അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിന്റെ പ്രവർത്തന ഗോതയിൽ മഹാനവറുകൾ നൽകിയ ധൈര്യം ചില്ലറയല്ല. പഴയ ഒരുപാട് ആലിമീങ്ങളുടെ പ്രസംഗത്തിൽ നമ്മൾ കേട്ടതായതുകൊണ്ട് ഞാൻ അവിടേക്കൊന്നും പോവല്ല. മഹാനവറുകൾ അവരുടെ മഹത്വം തിരിയാത്ത ആളുകൾ ഒരുപക്ഷെ അവരാക്ഷേപിക്കും. എന്നാൽ മഹാന്മാരായ ഔലിയാക്കളുടെ മഹത്വവും അവരുടെ സ്ഥാനവും അവരുടെ സഹവും അവരുടെ ജദുവും ഇതെല്ലാം ഉൾക്കൊള്ളാൻ ഒരു വിശാലമായ മനസ്സ് വേണം. കുടില മനസ്സുള്ളവർക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെ വിശാല മനസ്കതയില്ലാതെ പോയതിനാൽ പല ആളുകളും ഔലിയാക്കളെ എതിർക്കാറുണ്ട്. അതേ ബഹുമാനപ്പെട്ട കഴിഞ്ഞുപോയ മുഴുവൻ ഇമാമിങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അവരൊക്കെ സുന്നത്ത് ജമാഅത്തിനെതിരായി പ്രവർത്തിക്കുന്നവരാണ്, അവരൊക്കെ കള്ളന്മാരാണെന്ന് പറഞ്ഞ് എത്രയോ ആരോപണങ്ങൾ മഹാന്മാരായ ഇമാമിങ്ങൾക്കെതിരെ പറഞ്ഞ ആരോപണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ദീനിനെ നിലനിർത്താൻ, സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്താൻ അല്ലാഹുവിന്റെ റിള ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം അല്ലാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ മഹാനവറുകൾ എത്ര സ്ഥലങ്ങളിലാണ് അവിടത്തെ സാന്നിധ്യം നൽകിയത്. ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ അവര് തഖ്വയിലൂടെയും ഇബാദത്തിലൂടെയും അല്ലാഹുവിങ്കൽ അത്യുന്നതമായ സ്ഥാനം കൈവരിച്ചപ്പോൾ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅ വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരിലേക്ക് വലിയ ആവേശവും ധൈര്യവും പകർന്നു കൊടുക്കുന്ന വിഷയത്തിൽ മഹാൻ സദാ ശ്രദ്ധ കാണിച്ചിരുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിന്റെ പ്രവർത്തന ഗോതയിൽ മഹാനവറുകൾ നൽകിയ ധൈര്യം ചില്ലറയല്ല. പഴയ ഒരുപാട് ആലിമീങ്ങളുടെ പ്രസംഗത്തിൽ നമ്മൾ കേട്ടതായതുകൊണ്ട് ഞാൻ അവിടേക്കൊന്നും പോവല്ല. മഹാനവറുകൾ അവരുടെ മഹത്വം തിരിയാത്ത ആളുകൾ ഒരുപക്ഷെ അവരാക്ഷേപിക്കും. എന്നാൽ മഹാന്മാരായ ഔലിയാക്കളുടെ മഹത്വവും അവരുടെ സ്ഥാനവും അവരുടെ സഹവും അവരുടെ ജദുവും ഇതെല്ലാം ഉൾക്കൊള്ളാൻ ഒരു വിശാലമായ മനസ്സ് വേണം. കുടില മനസ്സുള്ളവർക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെ വിശാല മനസ്കതയില്ലാതെ പോയതിനാൽ പല ആളുകളും ഔലിയാക്കളെ എതിർക്കാറുണ്ട്. അതേ ബഹുമാനപ്പെട്ട കഴിഞ്ഞുപോയ മുഴുവൻ ഇമാമിങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അവരൊക്കെ സുന്നത്ത് ജമാഅത്തിനെതിരായി പ്രവർത്തിക്കുന്നവരാണ്, അവരൊക്കെ കള്ളന്മാരാണെന്ന് പറഞ്ഞ് എത്രയോ ആരോപണങ്ങൾ മഹാന്മാരായ ഇമാമിങ്ങൾക്കെതിരെ പറഞ്ഞ ആരോപണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, തികഞ്ഞ പണ്ഡിതനായിരുന്നല്ലോ മഹാനവറുകൾ. അല്ലാഹു തആല ഇൽമ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഇൽമ് കിട്ടുന്നത്. മഅരിഫത്തുല്ലാഹ് അതാണ് അറിവിന്റെ അടിത്തറ. അല്ലാഹുവിനെ മനസ്സിലാക്കുക, അല്ലാഹുവിന്റെ വിശേഷണങ്ങളെ മനസ്സിലാക്കുക, അതുവഴിയാണ് ഒരാൾക്ക് തവക്കുലും ഇഖ്ലാസും എത്തിച്ചേരാനുള്ള മാർഗം. അല്ലാഹുവിനെ മനസ്സിലാക്കുക, അള്ളാഹുവിനെ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയാൽ പിന്നെ അവർക്ക് അള്ളാഹുവിനെ അല്ലാതെ പേടി ഉണ്ടാകൂല. അതാണ് അല്ലാഹു തആല ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞത്. വലാ യഖാഫൂന ലൗമത ലായിം. ആരെ ആക്ഷേപിച്ചാലും, ആരെ എതിർത്താലും, ആര് അവരെ ചീത്ത പറഞ്ഞാലും ഒരാളെയും അവർ പേടിക്കൂല. അവർ അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവര് ദുനിയാവ് ആഗ്രഹിച്ച് ജീവിച്ചവരല്ല. ഹഖിനെ ഹഖായി തുറന്നു പറയുക, ഭൗതികതയോടുള്ള വിരക്തി ഉണ്ടാവുക, ഭൗതികതയ്ക്ക് വേണ്ടി ആഖിറത്തെ മറക്കാതിരിക്കുക, ഇതൊക്കെ ഒരു യഥാർത്ഥ പാണ്ഡിത്യത്തിന്റെ അടയാളമാണ്. ഇതെല്ലാം സമ്മേളിച്ച മഹാനാണ് CM വലിയുല്ലാഹി ശൈഖ് അവറുകൾ. മഹാനവറുകളുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ ഏത്
സ്ഥലത്ത് ചെന്നാലും ഇബാദത്ത് എടുക്കാനും അവിടെ ഒരു 2 റക്അത്ത് നിസ്കരിക്കാനും ആ നിസ്കരിക്കുന്നതിൽ ഒരു വലിയ ദീർഘവീക്ഷണമുണ്ട്. പല സ്ഥാപനങ്ങളുടെ ഉയർച്ചയിലും അത് കാരണമായിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ നമുക്കറിയാം. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ദീനിനെ നിലനിർത്താൻ, സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്താൻ അല്ലാഹുവിന്റെ റിള ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം അല്ലാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ മഹാനവറുകൾ എത്ര സ്ഥലങ്ങളിലാണ് അവിടത്തെ സാന്നിധ്യം നൽകിയത്. കുട്ടിക്കാലത്ത് തന്നെ ഇൽമുമായി മഹാനായ ശൈഖുന ബന്ധപ്പെട്ടു. ചെറിയ പ്രായമെത്തിയ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓതിപ്പടിക്കുന്ന കാലത്ത് ആ സമയത്ത് പോലും ഒരു കറാഹത്ത് ചെയ്യാതെ, എന്നല്ല ജീവിതത്തിൽ ഒരു സമയത്തും ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ച മഹാനാണ്. നമുക്കത് ആലോചിക്കാൻ കഴിയുന്നുണ്ടോ? മഹാനവറുകൾ ഈ ഒരു മർത്തബയിലേക്ക് എത്തിച്ചേരാനുള്ള കാരണമാണ് ഞാൻ പറയുന്നത്. സൂക്ഷ്മത വേണം ജീവിതത്തിൽ. നമ്മളൊക്കെ അത് കറാഹത്തല്ലുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിടുന്ന ടീമാ. അതിപ്പോ സുന്നത്തല്ലുള്ളൂ എന്ന് കരുതിയിട്ട് നിസ്കരിക്കാതെ പോകുന്നവരാണ് നമ്മൾ. സുന്നത്തല്ലുള്ളൂ. പള്ളിയിൽ ആവശ്യമില്ലാത്ത സംസാരം, അത് സംസാരിച്ചാൽ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ അത് ഹറാമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഇല്ലല്ലോ ഇങ്ങനെ ഇല്ലല്ലോ എന്ന് ന്യായം പറയുന്നവരാണ് നമ്മൾ. അവിടെയാണ് ശൈഖുനയുടെ ജീവിതത്തിന്റെ മഹത്വം, അവരുടെ സൂക്ഷ്മത നമ്മൾ മനസ്സിലാക്കേണ്ടത്. പഠിക്കുന്ന സമയത്ത് പോലും ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ശുദ്ധമായ ജീവിതം, ദീർഘകാലം മുതഅല്ലിമായി ജീവിച്ചു. ഞാൻ പറഞ്ഞല്ലോ 30 കൊല്ലത്തോളം മഹാനവറുകൾ മുതഅല്ലിമായി ജീവിച്ചിട്ടുണ്ട്. കിതാബ് ഓതി പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ പഠനമല്ല. നമ്മൾ ഉസ്താദുമാരിന്നൊക്കെ നമ്മൾ കേട്ടതാണ്. ഉസ്താദ് അങ്ങ് കിതാബ് ഓതി കൊടുത്താൽ പിന്നെ അത് നോക്കേണ്ടതില്ല, പിന്നെ അതൊന്ന് തുറന്ന് പഠിക്കേണ്ട ഒരു അവസരം അവർക്കതിന്റെ ആവശ്യമില്ല. പിറ്റേന്ന് ഉസ്താദ് ഏത് ചോദ്യം ചോദിച്ചാലും അവരെല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നു. ഇങ്ങനെ ഓതിപ്പടിച്ച് 30 കൊല്ലത്തോളം ഇൽമുമായി ബന്ധപ്പെട്ടു മഹാൻ. ശേഷം വീണ്ടും 10 കൊല്ലത്തോളം ദർസ് നടത്തി ഇൽമുമായി ശുഗലായി. വീണ്ടും മഹാനവറുകൾ അതാ തന്റെ ആത്മീയ പുരോഗതിക്ക് വേണ്ടി മഹാനവറുകൾ വീണ്ടും അതാ തന്റെ ത്വരീഖത്ത് നേടാൻ വേണ്ടി, തന്റെ ആത്മീയമായ മുന്നേറ്റത്തിന് വേണ്ടി മഹാനവറുകൾ വീണ്ടും പഠിക്കാൻ പോവുകയാണ്. ജീവിതത്തിലുടനീളം മഹാനായ ജീലാനി തങ്ങളുടെ ജീവിതം പോലെ, ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങളുടെ ജീവിതം പോലെ ദീർഘകാലം ഇൽമുമായി ബന്ധപ്പെട്ടു. അവിടത്തെ പിതാവായ മർഹൂം കുഞ്ഞിമായി കോയ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാ, അല്ലാഹു അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമുക്ക് നാഫിയായ ഇൽമിനെ വർദ്ധിപ്പിച്ചു തരട്ടെ. അതുപോലെ മർഹൂം മലയം അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാ, ബഹുമാനപ്പെട്ട മർഹൂം ഇംബിച്ചാലി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാ തുടങ്ങിയ ഉന്നത ശീർഷരായ പണ്ഡിതന്മാരിൽ നിന്നാണ് മഹാനവറുകൾ ഇൽമു നുകർന്നത്. അതിനുശേഷം വെല്ലൂർ ബാഖിയാത്തിൽ ചെന്ന് അതാ ഉന്നതമായ സ്ഥാനം നേടി മഹാനവറുകൾ തിരിച്ചു വന്ന് മഹാനവറുകൾ ദർസ് നടത്തുകയാണ്. നിരവധി ഔലിയാക്കളുമായി ബന്ധം പുലർത്തി ഇടക്കിടക്ക് സിയാറത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് തന്റെ ആത്മീയമായ മുന്നേറ്റത്തിന് മഹാനവറുകൾ അതാ തന്റെ ജീവിതം അങ്ങ് മാറ്റിവെക്കുകയാണ്. മഹാനവറുകൾ 10 കൊല്ലം ദർസ് നടത്തി വീണ്ടും അതാ മഹാനായ ശൈഖ് മുഹീദ്ദീൻ നഖ്ശബന്ദി നവ്വറല്ലാഹു മർഖദാ, അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. മഹാനവറുകളുടെ അടുക്കൽ വീണ്ടും 10 കൊല്ലത്തോളം അവിടെ വീണ്ടും ഖിദ്മത്ത് ചെയ്ത് ജീവിക്കുകയാണ്.
للصلحاء نلت الصلاح بهم لأنهم في وجوه الأرض أقمار. അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് എത്തിയ തസവ്വുഫിന്റെ മഹാന്മാർ, അവരുമായി നിരന്തരം ബന്ധം പുലർത്തുമ്പോ നിൽതസ്വലഹ ബിഹിം, നീയും അതാ വലിയ വലിയ സ്ഥാനത്തെത്തുന്നു. സാധുക്കളായ നമ്മളൊക്കെ മഹാനായ ശൈഖുനയുടെ ചാര വരുന്നത്, അതുപോലെയുള്ള മഹാന്മാരുടെ ചാരത്ത് പോകുന്നത് അവരുടെ ഓരം പറ്റി രക്ഷപ്പെടാൻ വേണ്ടിയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, മഉൽ കനീഫി ഇദാ മസാല മുഖ്തലിതാ ബിമാഇ നഹ്രിൻ ഫസാലത് അൻഹു അഖ്ദാറു. കലങ്ങി മറിയുന്ന വെള്ളം, ആ വെള്ളം നല്ല ശുദ്ധമായ നീരുറവയിലേക്ക്, നല്ല ശുദ്ധമായ ഒഴുകുന്ന ഒരു തോട്ടിലേക്ക്, എത്ര കലങ്ങിയ വെള്ളവും എത്ര അശണ്ടയുള്ള വെള്ളവും നിങ്ങൾ ആ തെളിഞ്ഞ ഒഴുകുന്ന വെള്ളത്തിലേക്ക് ഒഴിച്ചാൽ അല്പം കഴിഞ്ഞാൽ അതും തെളിഞ്ഞു വരുന്നത് കണ്ടിട്ടില്ലേ? അതും പിന്നെ തെളിഞ്ഞിട്ട് പോവും, പിന്നെ കലക്ക് കാണൂല. ഇതുപോലെ ശുദ്ധ മനസ്സിന്റെ ഉടമകളായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കൂടെ അവരുടെ ജീവിതകാലത്തും വഫാത്തിന് ശേഷവും അവരോട് നിരന്തരം ബന്ധം പുലർത്തിയാൽ ഇതുപോലെ നമ്മളും അറിയാതെ നന്നായി പോകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവരുടെ കൂടെ കൂടുന്നത്. അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്ന വലിയ വലിയ ആലിമീങ്ങളെ കൂടെ നമ്മൾ പോകുന്നത്. അവരുടെ അടുത്ത് ചെന്ന് നമ്മളൊക്കെ ഒന്ന് മന്ത്രിപ്പിക്കുന്നത്. അവരുടെ ചാര നിന്നാൽ തന്നെ അതിന്റെ ബറക്കത്ത് ലഭിക്കും. അല്ലാഹു മഹാനായ ശൈഖുനയുടെ അവരോടുള്ള ബന്ധം പുലർത്താനും അതുവഴി നമ്മുടെ ഖൽബ് നന്നാകാനും അല്ലാഹു തൗഫീഖ് തരട്ടെ.